നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുവാൻ ഇടയായിത്തീരും. യഹോവയാൽ അഭിഷിക്തനാക്കപ്പെട്ട ദാവീദിൻ്റെ അതരത്തിൽ നിന്ന് വന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു തിരുവചനമാണ് 23-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം. എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സങ്കീർത്തന വേദഭാഗം പറയുന്നതിന് തൊട്ടു മുൻപ് ദാവീദിനെ അനുഗമിച്ചത്, ദാവീദിനെ പിൻഗമിച്ചത് ഒരിക്കലും നന്മയും കരുണയുമല്ല. മറിച്ച് തൻ്റെ കുടുംബത്തിൽ നിന്ന് റിജക്ഷൻ, സഹോദരന്മാരിൽ നിന്ന് പരിഹാസം, ശൗലിൽ നിന്ന് മരണഭീതി, ഇവ മൂന്നും തന്നെ ഒരു ടൈം പീരീഡ് വരെ തൻ്റെ നല്ല കാലഘട്ടത്തിൽ, തൻ്റെ നല്ല സമയത്ത് തന്നെ അനുഗമിക്കാൻ ഇടയായി. കുടുംബത്തിൽ നിന്ന് തൻ്റെ അപ്പനും അമ്മയും തന്നെ തള്ളിക്കളഞ്ഞു എന്ന് സങ്കീർത്തനങ്ങൾ എഴുതുമ്പോൾ ദാവീദ് തൻ്റെ അതരം കൊണ്ട് പറയുന്നുണ്ട്. എൻ്റെ അപ്പനും അമ്മയും എന്നെ തള്ളി, എന്നാൽ യഹോവ എന്നെ ചേർത്ത് നിർത്താനിടയായി. നമുക്ക് ചേർത്ത് നിർത്തേണ്ട പലരും ചെറുപ്പകാലം മുതലേ തന്നെ തള്ളിയൊരനുഭവം ദാവീദ് പറയുന്നു. രണ്ടാമത്തെ ഭാഗം തൻ്റെ സഹോദരങ്ങൾ 40 ദിവസമായിട്ട് ഗോലിയാത്ത് യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ സഹോദരന്മാരുടെ സുഖവിവരം അന്വേഷിക്കാനായി കടന്നു ചെന്ന ദാവീദിനെ നോക്കി പരിഹാസത്തോടെ പറയുന്നൊരു വാക്കുണ്ട്. നീ എന്തിനാ പടക്കളത്തിലേക്ക് വന്നത്? നീ വന്നത് യുദ്ധം കാണുവാനല്ലേ? അത് ഞങ്ങൾക്കറിയാം. അതെ, അംഗീകരിക്കേണ്ട, ചേർത്ത് നിർത്തേണ്ട സഹോദരങ്ങൾ പരിഹസിച്ച ചില ദിവസങ്ങൾ, ചില സമയങ്ങൾ, ആ വലിയൊരു ജനസമൂഹത്തിന് മുൻപിൽ അല്ലെങ്കിൽ സൈന്യത്തിന് മുമ്പിൽ തലകുനിയപ്പെടേണ്ടി വന്ന സഹോദരന്മാരുടെ അസ്ത്രത്തേക്കാൾ മൂർച്ചയേറിയ വാക്കുകൾ, അത് ഒരു ടൈം പീരീഡ് വരെ ദാവീദിനെ അനുഗമിക്കാൻ ഇടയായി. അവിടെ നിന്ന് യഹോവയുടെ കരത്താൽ അത്ഭുതകരമായിട്ട് അനുഗ്രഹത്തോടുകൂടെ ശൗലിൻ്റെ കൊട്ടാരത്തിൽ കയറിയപ്പോൾ സകലതും അവസാനിച്ചെന്നാണ് വിചാരിച്ചത്. കുടുംബത്തിലുണ്ടായിരുന്ന വിഷയം, സഹോദരന്മാരുടെ ഇടയിലുണ്ടായിരുന്ന വിഷയം, അതിൽ നിന്നുണ്ടായ ആഘാതമേറിയ മുറിവുകൾ, അതൊരു പക്ഷേ ശൗലിൻ്റെ കൊട്ടാരത്തിൽ കയറി കഴിയുമ്പോൾ അവിടുത്തെ അവസ്ഥ നിമിത്തം, അവിടുന്ന് തനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിമിത്തം സകലതും മറക്കുമെന്ന ചിന്താഗതിയോടുകൂടെ ആയിരിക്കാം അനുഗ്രഹത്തിൻ്റെ അടുത്ത ഒരു പടിയിലേക്ക് ദാവീദ് കടക്കാനിടയായത്. എന്നാൽ തിരുവചനം നമ്മളെ വിളിച്ചറിയിക്കുന്നു, അവിടെയും തനിക്ക് വെല്ലുവിളികൾ മാത്രമായിരുന്നു നേരിടേണ്ടി വന്നിരുന്നത്. സ്നേഹിച്ച് കൂടെ നിർത്താൻ ആഗ്രഹിച്ച് വിളിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ കയറ്റിയവൻ തന്നെ ഒരു സമയം കഴിയുമ്പോൾ തന്നെ ശത്രുവായിട്ട് കാണുകയാണ്. തിരുവചനം പറയുന്നു, അവസരം കിട്ടിയപ്പോഴൊക്കെ തൻ്റെ കരത്തിലിരിക്കുന്ന ആയുധം കൊണ്ട് ദാവീദിനെ കൊലപ്പെടുത്താനായിട്ട് ശൗൽ പരിശ്രമിക്കാനിടയായി. എന്നാൽ ആ അവസ്ഥയിൽ നിന്നൊക്കെ യഹോവയായ ദൈവം അവനെ വിടുവിച്ചു. കൊട്ടാരത്തിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ട ദാവീദിനെ അനുഗമിച്ചത് നന്മയും കരുണയുമല്ല, മറിച്ച് ശൗലിൻ്റെ വലിയൊരു സൈന്യവും ശൗലിൻ്റെ വലിയ പദ്ധതികളും അത്രേ. നോക്ക്, 23-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം, എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കും എന്ന് ദാവീദ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തൻ്റെ പിൻപിൽ ഇപ്പോൾ നിൽക്കുന്നത് നന്മയും കരുണയുമല്ല, മറിച്ച് എണ്ണപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ വലിയ ശത്രുവിൻ്റെ ഒരു ഗണമാണ്. അപ്പോൾ തന്നെ ദാവീദ് 23-ാം സങ്കീർത്തനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് സ്വസ്ഥത ഇല്ല, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ താൻ ആയിരിക്കുന്ന അവസ്ഥ സ്വസ്ഥത ഇല്ലാത്തതാണ്. നോക്ക്, കൂരിരു താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് പറയുമ്പോൾ തൻ്റെ മുൻപിൽ ഒരുപാട് അനർത്ഥങ്ങൾ നിലനിൽപ്പുണ്ട് എന്ന് വേണം നാം ചിന്തിക്കാൻ. നോക്ക്, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് ദാവീദ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം താൻ അതുവരെ ആശ്വാസത്തിൻ്റെ അനുഭവം തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാതെ, ഹൃദയം കൊണ്ട് അനുഭവിക്കാതെ മുൻപോട്ട് ചലിക്കുന്ന ഒരവസ്ഥയാണ്. സ്വസ്ഥതയില്ലാതെ, മരണത്തെ ഭയപ്പെട്ട്, ആശ്വാസമില്ലാതെ, പിൻപിൽ ശത്രുക്കളെ പോലെ കാണുന്ന
ശത്രുവിനെ പോലെ കാണുന്ന ഒരു കൂട്ടർ ചലിച്ചുകൊണ്ട് വരുന്ന സമയത്ത് സങ്കീർത്തനം എഴുതുമ്പോൾ 23:6 ദാവീദ് പറയുകയാണ്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഇത് പറഞ്ഞു വെക്കുമ്പോൾ ഒന്നും കൂടെ ആവർത്തിച്ച് പറയട്ടെ ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളെ, തന്നെ അനുഗമിച്ചത് നന്മയും കരുണയുമല്ല, തന്നെ അനുഗമിച്ചത് ശൗലിൻ്റെ വലിയൊരു സൈന്യവും അവൻ്റെ ആയുധങ്ങളും അത്രേ. ഇന്ന് പ്രഭാതകാലം ഒരുപക്ഷെ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ അനുഗ്രഹത്തിൻ്റെ വലിയ വഴികളൊന്നും നമ്മളെ അനുഗമിക്കുന്നത് കാണുകയില്ല. ഇതേപോലെ ഇന്നലകളിൽ ചേർത്ത് നിർത്തിയ പല ശൗലുമാരും പല സഹോദരങ്ങളും പല വീട്ടുകാരും ശത്രുക്കളെ പോലെ കാണുന്ന നശിപ്പിക്കുവാനായിട്ട് പിൻഗമിക്കുന്ന അനുഭവങ്ങളായിരിക്കാം ഇന്ന് പ്രഭാതകാലം നമുക്കുള്ളത്. എന്നാൽ വിശ്വസിക്കുക, ദൈവം നിശ്ചയിച്ച സമയമാകുമ്പോൾ നിശ്ചയമായിട്ടും നിന്റെ പിൻപിൽ വെളിപ്പെടേണ്ട നന്മയും കരുണയും വെളിപ്പെടുവാൻ ഇടയായിത്തീരും. എൻ്റെ ആയുഷ്കാലമൊക്കെയും ശൗൽ എന്നെ പിന്തുടരുമെന്നല്ല പറഞ്ഞു ദാവീദ് സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും നിന്ന എന്നെ പിന്തുടരും എന്ന് പറഞ്ഞല്ല ദാവീദ് സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. സഹോദരന്മാരുടെ പരിഹാസം എന്നെ പിന്തുടരും എന്ന് പറഞ്ഞല്ല ദാവീദ് സങ്കീർത്തനം അവസാനിക്കുന്നത്. അതൊക്കെ ഒരു സമയകാലഘട്ടം, ഒരു നിശ്ചിത കാലഘട്ടം എന്നെ പിന്തുടരാനിടയായിത്തീർന്നു. എന്നാൽ എൻ്റെ ജീവിതാവസാനം വരെ എന്നെ ഇനി പിന്തുടരുവാൻ വേണ്ടി പോകുന്നത് ആ വെല്ലുവിളികളും പ്രതിസന്ധികളും കഷ്ടതകളും റിജക്ഷനുകളും അല്ല, മറിച്ച് നന്മയും കരുണയും അത്രേ. ഈ പ്രഭാതകാലം എന്നെ കേൾക്കുന്ന ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളെ, അതെ, എല്ലാ കാലത്തും നിങ്ങളെ ഈ തിന്മ പിന്തുടരുകയില്ല, എല്ലാ കാലത്തും നിങ്ങളെ ഈ പ്രതിസന്ധി പിന്തുടരുകയില്ല, എല്ലാ കാലത്തും നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരികയില്ല, എല്ലാ കാലത്തും നിങ്ങൾ ഈ രോഗാവസ്ഥയിലായിരിക്കത്തില്ല, എല്ലാ കാലത്തും നിങ്ങൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ആയിരിക്കത്തില്ല. ദൈവം നിശ്ചയിച്ച സമയമാകുമ്പോൾ നിന്നെ നശിപ്പിക്കുവാൻ വരുന്ന, നമ്മെ നശിപ്പിക്കുവാൻ വരുന്ന സകല പ്രതികൂലത്തെയും അവൻ തുടച്ചു നീക്കിയിട്ട് നമ്മുടെ ശത്രുക്കൾ കാണെ നമുക്ക് വേണ്ടി അവൻ മേശയൊരുക്കാൻ ഇടയായിത്തീരും. അതെ, വിശ്വസിക്കുക, നന്മയും കരുണയും അത്രേ നമ്മുടെ ആയുഷ്കാലം ഒക്കെയും നമ്മെ പിന്തുടരുവാൻ വേണ്ടി പോകുന്നത്. ഈ തിരുവചനത്താൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.